ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മള് ഹനുമാൻ അമ്പലത്തിലേക്ക് പോവാൻ തീരുമാനിച്ചു. രാമായണ മാസം ആയതുകൊണ്ട് രാമന്റെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ രാമന്റെ അമ്പലം വീടിനടുത്തൊന്നുമില്ല, കുറച്ച് മാറിയിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഞായറാഴ്ചയാണ് സെലക്ട് ചെയ്തത്. അന്ന് എല്ലാവർക്കും ലീവാണല്ലോ. അപ്പൊ പോകുന്ന വഴിക്ക് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് അഞ്ച് തെങ്ങ് ക്ഷേത്രം. പോകുന്ന വഴിയിലാണ് കേട്ടോ ഈ ക്ഷേത്രം. അപ്പൊ വഴിയിൽ പാടത്ത് വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്, അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ 11 മണിയോടുകൂടി നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. ഈ വരുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ പകർത്തിയത് എന്റെ മോനാട്ടാ. ഏട്ടൻ ഡ്രൈവ് ചെയ്യുന്ന കാരണം മോനാണ് വീഡിയോ ഒക്കെ എടുത്തത്. അപ്പൊ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ നല്ല തിരക്കായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ടാവും ഇത്രയും തിരക്ക്. അപ്പൊ രാമായണ പാരായണം കേൾക്കാനായി ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളും കുറച്ചു നേരം രാമായണ പാരായണൊക്കെ കേട്ടു. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ തൊഴുതു പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്പലത്തിലെ പ്രധാന വഴിപാടായ അവിൽ നിവേദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂ നിന്നു. പക്ഷെ നമുക്കത് കിട്ടിയില്ല കേട്ടോ. കുറച്ചു ദിവസം മുമ്പ് തന്നെ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ അവിൽ നിവേദ്യം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അവര്. അപ്പൊ ഉച്ചഭക്ഷണത്തിന് നല്ല ക്യൂ ആയ കാരണം നമ്മൾ പ്രസാദം കഴിക്കാൻ നിന്നില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല വിശക്കണു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതാണ് അമ്പലത്തിലെ കോളാട്ടോ. അപ്പൊ പിള്ളേർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ കാരണം നമ്മൾ അടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി മൊരിഞ്ഞ ഉള്ളിവടയും ചായയൊക്കെ കഴിച്ചു കേട്ടോ. മോൻ എന്തോ പറയണമെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് വേറൊന്നും പറയാല്ല, എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാട്ടോ അവനും പറയാനുള്ള. അപ്പൊ അങ്ങനെ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.